കാലിക പ്രസക്തമായ ചർച്ചകൾ കൊണ്ട് സമ്പന്നമായി തിണ്ടീസ് കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പൊന്നാനി കർമ്മ റോഡിലെ മോത്തിലാൽ ഘട്ട നിള ഡെസ്റ്റിനേഷൻ സെന്ററിലെ വേദിയിൽ 3 സെഷനുകളിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വിജ്ഞാനത്തിന്റെയും അവബോധത്തിന്റെയും വാതയാനങ്ങൾ തുറന്നിട്ടു. സാമുദായിക ഐക്യത്തിന്റെ പൊന്നാനി പെരുമ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സംഗമം ലക്ഷ്യമാക്കിയായിരുന്നു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. തിണ്ടീസ് ദർബാർ എന്ന സെഷനിൽ അഖിൽ മാരാർ, നസീഫ് കലയത്ത്, നന്ദൻ, മാളവിക, ബെന്നി എന്നിവരും പറങ്കികൾക്കെതിരെ പൊന്നാനി ഒരു ഹിന്ദു മുസ്ലിം ഐക്യഗാഥ ഹാർവസ്റ്റ് ഓഫ് ഹാർമണി എന്ന 2ാം സെഷനിൽ KN കുഞ്ഞഹമ്മദ്, AM ഷിനാസ്, NP ചേക്കുട്ടി, ഡോക്ടർ ആസാദ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന നിളാരാവിൽ MN സാക്കി, ഷാഹിൻ ഷാ എന്നിവരുടെ കലാവിരുന്നും അരങ്ങേറി. KPCC സെക്രട്ടറി KP നൌഷാദ് അലി, അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, TK അഷ്റഫ്, K ജയപ്രകാശ്, മുനീബ്, MP നിസാർ, ഉണ്ണികൃഷ്ണൻ പൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കത്തില്ല ഇന്ന് തിയേറ്ററുകളിൽ വിജയിക്കുന്ന സിനിമകൾ. കാരണം നിങ്ങൾ സിനിമ കാണുന്നില്ല. സിനിമയുടെ പ്രേക്ഷകർ മാറി. പ്രേക്ഷകർക്കനുസരിച്ച് സിനിമകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായെന്ന് മനസ്സിലായി. ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസന്റെയും സത്യനന്ദിക്കാന്റെയും ലോഹിദാസിന്റെയും ഒക്കെ സിനിമകളെ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ച് അത്തരം സിനിമകളിൽ നിന്ന് പഠിച്ച അറിവുകൾ മനസ്സിൽ കൊണ്ടു നടന്ന് ജനകീയമായ ഒരു കലയായി സിനിമയെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് ഒരു വിഭാഗം തലമുറയ്ക്ക് വേണ്ടി മാത്രം സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുന്ന ഒരു കാലം വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത പല സിനിമകളും തിയേറ്ററിൽ വിജയിക്കുകയും നമ്മൾക്കിന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ എൻ്റെ മുന്നിലുള്ള ഈ സദസ്സിനും അതുപോലെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വലിയൊരു വിഭാഗത്തിനും അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്. സ്വയം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാനും 3 മാസമായി സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ധാരാളം സൗഹൃദങ്ങൾ സിനിമയിലുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ 3 മാസമായി തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ട്. കാര്യം എനിക്ക് സമയം കിട്ടുന്നില്ല ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്ററുകളിൽ വിജയിക്കുന്ന ഒരു സിനിമ എന്തെടുക്കണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പലരും ചോദിച്ചാൽ നമുക്ക് നൽകാൻ പറ്റാത്തത്. പ്രശ്നങ്ങൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും ഒക്കെ ജീവിക്കാനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ചേക്കുട്ടി സാറിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ കലാകാരന്മാർ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ഭയപ്പെടാറുണ്ടോ? ചേക്കുട്ടി സാറിനെ സംബന്ധിച്ച് ഈ മേഖലയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനമായിട്ട് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ചോദ്യം ചോദിക്കേണ്ടത് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ഒക്കെയാണ്. അവർ നിശബ്ദരായിരിക്കുന്നിടത്താണ് ഈ അപകടമുള്ളത്. ഞാനിത് അവരോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ച് മനുഷ്യൻ നിശബ്ദനാകുന്നിടത്താണ് ഏറ്റവും വലിയ പരാജയമുള്ളത്. നമ്മൾ ആരെങ്കിലും ഒരാളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണ്ടയോ എന്നുള്ള നമ്മുടെ ആദ്യത്തെ ചിന്തയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഈ നാടിലെ ഏറ്റവും വലിയ അപകടമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നമ്മൾ എവിടെ നിന്നാലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. സത്യം, അതായത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയൊരു അവസരം തന്ന 50 ലക്ഷം രൂപയും കാറും സമ്മാനം തന്ന ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും നടന്ന തെറ്റുകൾ തൊട്ടടുത്ത വർഷം ചൂണ്ടിക്കാണിച്ച് ഏഷ്യാനെറ്റ് പോലത്തെ വലിയൊരു ചാനലിനെതിരെ അതിലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഇഷ്യൂ റൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ റൈസ് ചെയ്തപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനിങ്ങനെ ചെയ്യുന്നു, അഖിൽ സിനിമ എടുക്കേണ്ട ആളല്ലേ? അപ്പം അൾട്ടിമേറ്റ്ലി എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളുണ്ടായതുകൊണ്ടാണ്. കാരണം നമ്മൾ ശരികൾക്ക് വേണ്ടി ശബ്ദം ഉന്നയിക്കുമ്പോൾ നമുക്ക് ഈശ്വരൻ്റെ ഒരു പിന്തുണ മനുഷ്യരൂപേണ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ റൈസ് ചെയ്യുന്നു. എനിക്കെതിരെ മുഖ്യമന്ത്രി കേസ് എടുക്കുന്നു. ആക്ച്വലി കള്ളക്കേസാണ്, എന്നാലും കേസ് എടുക്കുന്നു. രണ്ടാമത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഇടപെടൽ മൂലം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങി ഭയപ്പെട്ടു എന്നുള്ള എൻ്റെ ചിന്ത ഞാൻ ഇന്ദിരാഗാന്ധിയുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുകയും ഇന്ദിരാഗാന്ധി അമേരിക്കയോട് പണ്ട് സ്വീകരിച്ച നിലപാട് താരതമ്യം ചെയ്യുകയും ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനും മോദിയുടെ ചങ്കുറപ്പിനേക്കാൾ ധൈര്യമുണ്ടെന്നും അല്ലെങ്കിൽ അത് കൂടുതൽ പവർഫുൾ ആണെന്നും പറഞ്ഞ് ഞാൻ എഴുതുകയും വലിയ രീതിയിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരികയും തുടർന്ന് ഞാനിട്ട് ഒരു ലൈവിലെ ഒരു വരിയിൽ നിന്ന് നടത്തിയെടുത്തൊരു ഭാഗത്തിൽ കേരളത്തിൽ BNS പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ രാജ്യദ്രോഹ കേസിലെ പ്രതിയുമാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജാമ്യം കിട്ടുന്ന വകുപ്പല്ല, അത്രയും വലിയൊരു വകുപ്പിനകത്ത് ഞാൻ പ്രതിയാകേണ്ടി വരുന്നത്. ഞാൻ അതിനു മുമ്പ് വരെ കേട്ടിരുന്ന ആക്ഷേപം സംഘി എന്നുള്ള വിളിയാണ്. അപ്പോൾ രാജ്യത്തിന് അനുകൂലമായിട്ടോ ശബരിമലയ്ക്ക് അനുകൂലമായോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്നെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ
പിന്നീട് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസെടുത്തത് രാജ്യദ്രോഹമാണെന്നും അത് ഇന്നും വേണമെങ്കിൽ ഒരു പക്ഷേ ഒരു PSC വഴിയോ അല്ലാതെ കുട്ടികളോടോ ചോദിച്ചാൽ ഭാരതീയ ന്യായ സംഹിത IPC മാറി ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ രാജ്യദ്രോഹ കേസിലെ ഒരു പ്രതിയാണ് രാജ്യത്തിന് വേണ്ടി എക്കാലത്തും ഉറച്ച നിലപാടിൽ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ. പക്ഷെ എനിക്ക് അവിടെ കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു ഇല്ല, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് എല്ലാവരും ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് സധൈര്യം സമൂഹത്തോട് നോക്കി പറയുക. വാഗൊണ്ട് പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയുക, വരികൾ കൊണ്ട് പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയുക. ഞങ്ങളുടെ നാട്ടിൽ അതിനെതിരായിട്ട് ആദ്യത്തെ ജാഥ നടത്തിയവരിൽ ഒരു 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും ഉണ്ടായിരുന്നു. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ ഓടി, വയലിലൂടെയൊക്കെ ഓടി വീട്ടിലേക്കൊക്കെ രക്ഷപ്പെടുകയുണ്ടായിരുന്നു. അപ്പം ആ നിലയ്ക്ക് 70കൾ മുതലുള്ള നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളം എന്നിട്ട് താരതമ്യമില്ല. അന്നത്തെ കേരളത്തിലേക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ ചിന്തിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ എവിടെ എത്തുന്നു വെച്ചാൽ എവിടെ എത്താനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പൊതുജീവിതത്തിൽ വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വരും വരായികകൾ എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയുടെ ഭാഗമേ അല്ല. വരാനുള്ളത് വരും എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള എന്താ പറയുക കണക്ക് കൂട്ടുകലുകൾക്കും ആ കാലത്ത് ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടുന്നതിൽ വലിയ പരാജയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദേശാഭിമാനി പോയിട്ട് അധികം വർഷം കഴിയാതെ അവിടെ നിന്ന് വിട്ടത്. കാരണം അതെനിക്ക് യോജിപ്പില്ല എന്ന് തോന്നി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യൻസ് പോയി തിരിച്ചു വന്നു, കൈരളി വന്നു, അവിടെയും യോജിപ്പില്ല എന്ന് വിട്ടു. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കണക്ക് കൂട്ടലൊന്നും ജീവിതത്തിൽ എഴുത്തുകാരനായാലും ശരി, പൊതുപ്രവർത്തകനായാലും ശരി, എൻ്റെ അടിസ്ഥാനപരമായ തൊഴിൽ മാധ്യമപ്രവർത്തനമായിരുന്നു. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് സൊസൈറ്റിയോട് വർത്തമാനം പറയുമ്പോൾ സത്യം പറയുക എന്നുള്ളതാണ്. ഞാൻ ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ കള്ളത്തരം പറയാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ പണിക്ക് കൊള്ളില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ, നമ്മൾ ജനങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് പരസ്യമായിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പറയാനുള്ള ആർജവം കാണിക്കുക എന്നുള്ളതാണ് പത്രപ്രവർത്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കലാണ് എഴുത്തുകാരനെയും കലാകാരനെയും കടമ, ഉത്തരവാദിത്വം എന്ന് പറയാൻ. ആ നിലയിൽ നമ്മൾ പിന്നെ കാലങ്ങൾ മാറുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നും എല്ലാ കാലത്തുമുള്ള വളരെ കൃത്യമായിട്ടുള്ള സംഗതി, സമൂഹത്തിനോട് മാത്രമാണ് നമുക്ക് ഉത്തരവാദിത്വം, സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് നമ്മൾ മുൻകരുതലായിട്ട് എടുക്കേണ്ടത്. മാത്രമല്ല സമൂഹം നമ്മളെ എന്നും എന്താ പറയുക നമുക്ക് പിന്തുണ നൽകും.